കുറച്ച് ദൂരെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകാനുള്ള വഴിയും മൂക്കോയ്ക്ക് കാണിച്ചു കൊടുത്തു. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ തന്നെ ആ വൃദ്ധ സന്യാസി പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് മൂക്കോ ആ ഗ്രാമത്തിലെത്തിപ്പെട്ടു. താനൊരു സന്യാസി ആയതുകൊണ്ട് തന്നെ മൂക്കോയെ ആ ഗ്രാമത്തലവൻ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്തു. കൂടാതെ മൂക്കോയ്ക്ക് വിശ്രമിക്കാൻ ചെറിയൊരു മുറിയും അവർ ഒരുക്കി കൊടുത്തു. ഭക്ഷണമെല്ലാം കഴിച്ച ശേഷം മൂക്കോ ഉറങ്ങാൻ കിടന്നു. എന്നാൽ രാത്രി ആയപ്പോഴേക്കും ആരൊക്കെയോ കരയുന്ന ശബ്ദം കേട്ട് മൂക്കോ ഉറക്കമെണ്ണിച്ചു. എന്താണെന്ന് തിരക്കാൻ തുടങ്ങുമ്പോഴേക്കും ഗ്രാമത്തലവൻ മൂക്കോയുടെ മുറിയിലേക്ക് കയറി വന്നിരുന്നു. അദ്ദേഹം മൂക്കോയോട് പറഞ്ഞു, ആ ഗ്രാമത്തിൽ രോഗം ബാധിച്ച് കിടപ്പിലായിരുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു എന്ന്. മാത്രമല്ല, തങ്ങളുടെ ഗ്രാമത്തിന് ഒരു ശാപമുള്ളതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മരണപ്പെട്ട ആളുടെ ശരീരം ഒരു രാത്രി മുഴുവനും ഗ്രാമത്തിൽ ഉപേക്ഷിച്ച് ആ ഗ്രാമത്തിലുള്ള മറ്റെല്ലാവരും ആ രാത്രി അടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിൽ പോയി താമസിക്കുമെന്ന്. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ അവരുടെ ഗ്രാമത്തിന് നിർഭാഗ്യവും മറ്റ് ദുഷ്ടശക്തികളിൽ നിന്നുള്ള ശല്യം